റഷ്യ യുക്രൈൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുകയാണ്. ആക്രമണവും പ്രത്യാക്രമണവും കൊണ്ട് കലുഷിതമാണ് ഇവിടം. കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയ്ക്ക് മേലെ നടത്തിയ ഡ്രോൺ ആക്രമണം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. ഇതിൽ റഷ്യയുടെ തെക്കു പടിഞ്ഞാറൻ നഗരമായ സോച്ചിയിലാണ് എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ റഷ്യയുടെ തുറുപ്പുചീട്ടായ എണ്ണ ശേഖരം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കച്ചുകെട്ടി രംഗത്തുള്ളത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ഇന്ത്യക്കും റഷ്യയ്ക്കും ചത്ത സമ്പദ് വ്യവസ്ഥ എന്നുള്ള ട്രംപിന്റെ വാദം ലോകരാജ്യങ്ങളിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയും അത് ആ ഒരു വേളയിൽ തന്നെയാണ് ഇത്തരമൊരു ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ആവശ്യവുമായി ട്രംപ് രംഗത്ത് വരികയും ചെയ്തു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ എല്ലായിടത്തും നല്ല വിള ചമച്ചുകൊണ്ട് നടക്കുന്ന ട്രംപ് ആകട്ടെ ഇവിടെ ഇപ്പോൾ നാരദൻ കളിക്കുകയാണോ ചെയ്യുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരടക്കം അങ്ങനെയാണ് വിലയിരുത്തുന്നതും. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ നഗരമായ സോച്ചിയിൽ എണ്ണ സംഭരണശാലയ്ക്ക് വൻ തീപിടുത്തമുണ്ടായി. റഷ്യയുടെ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി യുക്രൈൻ റഷ്യ എണ്ണവാതക സംഭരണ അതുപോലെ അതിന്റെ സൗകര്യങ്ങൾക്കെതിരെ തുടർച്ചയായി തന്നെ ആക്രമണങ്ങൾ നടത്തി വരികയാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ഇതിനിടയിലാണ് സോച്ചിയിലെ എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായി എന്ന വാർത്തകളും പുറത്തു വരുന്നത്. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു എണ്ണ ടാങ്കിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നും റഷ്യയിലെ കിസ്നോൾ മേഖലയുടെ ഗവർണറായ ബെന്യാമിൻ കൊത്രോവ് അറിയിച്ചിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണത്തിൽ 2000 ക്യൂബിക് മീറ്റർ സംഭരണ ശേഷിയുള്ള ഒരു ഇന്ധന ടാങ്കാണ് തീപിടിച്ചത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ 100-ലേറെ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ തന്നെ രംഗത്ത് വരികയും ചെയ്തുവെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണത്തിൽ ആർക്കും തന്നെ ഇതുവരെയും പരിക്കേറ്റിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാണ് എന്നും അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. റയാസർ അതുപോലെ പെൻസ തുടങ്ങിയ നഗരങ്ങളിലും യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായും റഷ്യ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. യുക്രൈൻ ആക്രമണത്തെ തുടർന്നുകൊണ്ട് സോച്ചി വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചതായി റഷ്യയുടെ വ്യോമഗതാഗത റെഗുലേറ്റർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ യുക്രൈൻ തൊടുത്തുവിട്ട 93 ഡ്രോൺ അത് തടഞ്ഞതായി റഷ്യ അവകാശപ്പെടുകയും ചെയ്തു. ഇതിൽ 60 ഡ്രോണുകൾ കരിങ്കല്ലിന് മുകളിലൂടെ തന്നെ അത് പ്രതിരോധിച്ചതിനെ റഷ്യ പ്രതിരോധ മന്ത്രാലയം ഇത് പ്രതിരോധിച്ചു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. യുക്രൈനിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള സോച്ചിയിൽ ഇത്തരം ആക്രമണങ്ങൾ താരതമ്യേന വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം അവസാനം ഈ മേഖലയിൽ നടന്ന ഒരു ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു. യുക്രൈൻ ഈ ആക്രമണത്തെക്കുറിച്ച് ഔദ്യോഗികമായി തന്നെ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. എന്നാൽ റഷ്യയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ തന്നെ മറ്റ് സിവിലിയന്മാർ ഉൾപ്പെടെ തന്നെ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതിനാൽ തന്നെ റഷ്യക്കെതിരെ ആകാശ ആക്രമണങ്ങൾ ശക്തമാക്കാനാണ് ഇപ്പോൾ യുക്രൈൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ രാത്രി റഷ്യ 76 ആക്രമണ ഡ്രോണുകൾ 7 മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ യുക്രൈനിലെ 8 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ യുക്രൈൻ വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 50 ഡ്രോണുകളും 1 മിസൈലുകളും പ്രതിരോധ യൂണിറ്റുകൾ തകർത്തതായും യുക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിൽ കൂടി റഷ്യ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെടുകയും 12-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും പ്രാദേശിക ഗവർണർമാർ അറിയിച്ചിരിക്കുകയാണ്. യുക്രൈന്റെ തെക്കൻ നഗരമായ മിക്കോയിലെ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും ഡസൻ കണക്കിന് വീടുകളും സിവിലിയൻ അടിസ്ഥാനമായുള്ള സൗകര്യങ്ങളും തകർത്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.